വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുവാൻ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങുന്നു. സംസ്ഥാന ദേശീയ തലങ്ങളിൽ നടന്ന കലാകായിക ശാസ്ത്രമേളകളിൽ ഉജ്ജ്വല വിജയം നേടിയ 106 വിദ്യാർത്ഥികളെയാണ് പ്രതിഭാ പുരസ്കാരം 2025-26 നൽകി ആദരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു വിവിധ തലങ്ങളിൽ, അതായത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിക്കാനുള്ളൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച കാര്യം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ 2025-26 വർഷത്തിൽ മാനവേദൻ സ്കൂളിലെ ചുണക്കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥിനികൾ സബ് ജില്ലാ തലം മുതൽ സബ് ജില്ലയിലും ജില്ലയിലും ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സബ് ജില്ലാ സ്പോർട്സിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബഹുദൂരം മുന്നിലായി നമ്മൾ ചാമ്പ്യന്മാർ പറഞ്ഞാൽ പോരാ, ഒരുപാട് മികവോടുകൂടി നമ്മൾ ചാമ്പ്യന്മാരായി. നമുക്ക് അതിലുപരിയായിട്ട് ഈ കുട്ടികൾ ജില്ലാ തലത്തിലും പങ്കെടുത്തു. അതിലുപരിയായിട്ട് സംസ്ഥാന ദേശീയ തലങ്ങളിൽ പങ്കെടുത്ത കുട്ടികളെ മാത്രം ആദരിക്കാനുള്ള ഒരു ചടങ്ങ് ഈ വരുന്ന 30-ാം തീയതി വെള്ളിയാഴ്ച നടക്കുകയാണ്. അപ്പം ഈ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ PTA SMC ഭാരവാഹികളും അതുപോലെ തന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടു കൂടി നമ്മുടെ ആദരണീയമായിട്ടുള്ള നിലമ്പൂർ MLA ആര്യാട് ഷൗക്കത്ത് അവരുടെ പിന്തുണയും ഈ പ്രോഗ്രാമിനുണ്ട്. ഈ പ്രോഗ്രാം വളരെ വിപുലമായ തോതിലാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിഭാ പുരസ്കാരം 2025-26 എന്ന പേരിലാണത് ഈ ചടങ്ങ് അവതരിപ്പിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്കുള്ള ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദരണീയമായിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ പത്മിനി ഗോപിനാഥ് അവர்களാണ്. ഇവർ രാവിലെ 9 മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. ജനുവരി 30 വെള്ളിയാഴ്ച സ്കൂൾ മാനേജ്മെന്റും നാട്ടുകാരും സംയുക്തമായി വിപുലമായ പരിപാടികളോടെ ആഘോഷം സംഘടിപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഘോഷയാത്ര ആരംഭിക്കും. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന യാത്രയിൽ 106 പ്രതിഭകൾക്കൊപ്പം സ്കൂളിലെ SPC, NCC, JRC കേഡറ്റുകളും NSS വോളണ്ടിയർമാരും അണിനിരക്കും. ചന്തക്കുന്നിൽ വെച്ച് ഡ്രൈവേഴ്സ് യൂണിയന്റെയും ജനതപ്പടിയിൽ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണവും ലഘുഭക്ഷണവും നൽകും. രാവിലെ 10:30 സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദന സമ്മേളനം നിലമ്പൂർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാധ്യക്ഷ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിക്കും. നഗരസഭയിലെ മുഴുവൻ കൌൺസിലർമാരും ചടങ്ങിൽ സംബന്ധിക്കും. വിജയികൾക്ക് നഗരസഭയുടെ മെഡലുകൾ സമ്മാനിക്കും. നാഷണൽ കിക്ക് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ആയിഷ കമാലിയ, ഇലക്ട്രിക് സൈക്കിൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ ആതിഫ്, ദേശീയ ഫുട്ബോൾ താരങ്ങളായ അലീന അഷ്റഫ്, മാളവിക, നഷ, അങ്കിത, ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ശ്രദ്ധ, വയലിനിൽ മികച്ച നേട്ടം കൈവരിച്ച യദു എന്നിവർക്കൊപ്പം എ ഗ്രേഡ് നേടിയ വൃന്ദവാദ്യം, സംഘനൃത്തം ടീമുകളെയും ആദരിക്കും. സിൽവർ മെഡലിസ്റ്റ് ആയിട്ട് നമ്മളെ നഷ മറിയം, അങ്കിത, അലീന അഷ്റഫ് എന്ന് പറയുന്ന ഞാൻ ഓരോ ഘട്ടങ്ങളായിട്ട് വായിക്കും. ഫുട്ബോളിൽ അതേപോലെ BCCIന്റെ നാഷണൽ ലെവൽ സെഞ്ചുറി കേരളത്തിന് വേണ്ടി സെഞ്ചുറി അടിച്ചാണ് ശ്രദ്ധ സുമേഷ് എന്ന് പറഞ്ഞത്. ഈ കുട്ടീൻ്റെയൊക്കെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30,000 to 40,000 ഒക്കെയാണ് പെർ മാച്ച്. അപ്പോൾ അവർക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് കൊടുക്കുക, അവർ ഹൈ ലെവലിലാണ്. ഈവൻ കൊച്ചിയിൽ നിന്ന് കോഴിക്കോടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബൈ ഫ്ലൈറ്റേ അവർ വരുള്ളൂ. KCAൻ്റെ കുട്ടികളാണ് അവർ. പിന്നെ നാഷണൽ കിക്ക് ബോക്സിംഗ് ആയിഷ കമാലിയ എന്ന് പറഞ്ഞ കുട്ടി. അതേപോലെ നാഷണൽ ലെവൽ പെൻകാക് സിലാറ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ഉണ്ട്, യദുദേവ് എന്ന് പറഞ്ഞിട്ട്. അതൊരു ഇന്തോനേഷ്യൻ ആയോധന കലയാണ്. അതിൽ ഗോൾഡ് മെഡലിസ്റ്റ് നമ്മളെ സ്കൂളിലാണ്. നാഷണൽ പാർട്ടിസിപ്പേഷൻ ഹൂ പ്ലേഡ് ഫോർ കേരള ടീം. കേരള ടീമിൽ ഈ 5 കുട്ടികളല്ലാതെ പുറമെ കേരളത്തിൽ കളിച്ചവർക്ക് ക്വാർട്ടർ ഫൈനലും ഇതിലൊക്കെ എത്തിയ കുട്ടികളടക്കം നമുക്ക് ഏകദേശം 10ഓളം കേരള താരങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്നുണ്ട്. അതേപോലെ സ്റ്റേറ്റ് മെഡലിസ്റ്റ്, സ്റ്റേറ്റിൽ മലപ്പുറം ജില്ലക്കായി പോയി സ്റ്റേറ്റിൽ മെഡൽ കിട്ടിയ ഏകദേശം 27 കുട്ടികളോളം നമുക്ക് സ്റ്റേറ്റ് മെഡലിസ്റ്റുകളുണ്ട്. അതേപോലെ സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ, അതായത് നമുക്ക് ജില്ലയിൽ മെഡൽ വന്നിട്ടുണ്ട്. സ്റ്റേറ്റിൽ അവർ പങ്കെടുത്ത ഏകദേശം 45ഓളം കുട്ടികൾ നമുക്ക് ഇതിലുണ്ട്. അങ്ങനെ മൊത്തം 80 കുട്ടികളാണ് നമ്മളെ ഈ ഒരു സ്പോർട്സിൻ്റെ അച്ചീവ്മെൻറ്റ് മാത്രമായിട്ടുള്ളത്. ഇതൊരു സർക്കാർ സ്കൂളിനെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടമാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ അനിൽകുമാർ, PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം, SMC ചെയർപേഴ്സൺ മുഹമ്മദ് കോയ കടവത്ത്, കൌൺസിലർ ഷിഹാബ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഷീദ്, MM, കായികാധ്യാപകൻ ഷാഹിദ് എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, Nilambur.